ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ, എന്താണ് യമഹ അതോ എന്താണ് RX? ബ്രാൻഡിൽ ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും വണ്ടികളുടെ ഒപ്പം നിൽക്കുന്ന സമയത്ത് മുട്ടാൻ പറ്റാത്തൊരു തരം ഒരു ഐറ്റമാണ് യമഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഇപ്പോൾ യമഹേൻ്റെ ഏത് വണ്ടി എടുത്താലും V3 എടുത്താലും ആ V3 160cc വെച്ചിട്ട് നമ്മൾ മുട്ടാൻ പറ്റുന്നത് 200cc ഒപ്പമാണ് അത് കത്തിക്കുക. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ യമഹ എല്ലാ വണ്ടിൻ്റെ ഒരു ടാർ ഫാനാണ്. കാരണം എന്ന് വെച്ചാൽ യമഹ ഒരു ബ്രാൻഡാണ്. അപ്പോൾ RXനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഭൂരിഭാഗം RX ഇഷ്ടമാണെന്ന് പറയുന്നവർ തന്നെ അതിനെക്കുറിച്ച് ഓൾറെഡി ഇങ്ങനെ പഠിച്ച് തുടങ്ങും. കാരണം അതാണ് RX. ഇപ്പോൾ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ KTM അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ആരാധകരുണ്ട്. സോ ഫാൻസി ഇഷ്ടം പോലെ എല്ലാ വണ്ടിയും ഉണ്ട്. പക്ഷെ എന്നാൽ RXനെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ RX പറഞ്ഞാൽ 1985 മുതൽ 96 വരെയാണ് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഇറങ്ങുക പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ആ വണ്ടിക്ക്. അപ്പം അങ്ങനെയുള്ളത് വെച്ചിട്ട് ഇപ്പോൾ ശരിക്കും യമഹ മൊത്തത്തിൽ അങ്ങോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. MT ആയിക്കോട്ടെ, R15 ആയിക്കോട്ടെ, എന്തിനേറെ പറയണം, ഈ 1985 ഇറങ്ങിയ വണ്ടി ഇപ്പോഴും കേരളത്തിലെ റൂട്ടുകളിൽ ഫേമസ് ആണ്. ഇതിൽ കൂടുതൽ യമഹയ്ക്ക് ഇനി എന്താ വേണ്ടത്? 98cc വെച്ചിട്ടാണ് അത് ഈ കാട്ടൽ കാട്ടുന്നത്. ടോപ്പ് സ്പീഡ് 110 km. അത് നോർമൽ സ്റ്റോക്ക് വണ്ടിയാണ് 110 km. 98cc ഉള്ള ഈ ഒരു സാധനം 110 അടിക്കും, നിസ്സാരമായിട്ട് അടിക്കും. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്യൂണിങ് ഒക്കെ ചെയ്ത് പവറൊക്കെ ചെയ്ത് ചേമ്പറൊക്കെ കയറ്റി നല്ല കത്തിക്കലെത്തിക്കാം. അതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 10 ലിറ്ററാണ്. ടാങ്കിൽ 10 ലിറ്ററാണ്. പക്ഷേ യമഹ RX യൂസ് ചെയ്യുന്നവർക്ക് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു നഷ്ടമുള്ളൂ. ചിലവരത് ഫീലിങ്സ് ആയിട്ടും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. നഷ്ടം എന്ന് വെച്ചാൽ ഫ്യൂവലിൻ്റെ ഒപ്പം നമ്മൾ ഓയിൽ ഒഴിക്കണം. അതായത് ഞാനിപ്പോൾ കൊണ്ട് നടക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ എല്ലാവരും അല്ല, ഞാനൊരു 70 രൂപയ്ക്ക് അതിൽ ഓയിൽ ഒഴിക്കും സെപ്പറേറ്റ്. ഓക്കെ, 570 രൂപ. അപ്പോൾ ശരിക്കും കുറച്ച് കൂടുതൽ ഒഴിക്കണവരാണെങ്കിൽ ഇപ്പോൾ പെട്രോളിന് 1 ലിറ്റർ പെട്രോളിൻ്റെ കാശ് ഓയിലിൽ പോവും. അതാണ് ഒരു നഷ്ടം, വേറെ നഷ്ടമൊന്നുമില്ല. പിന്നെ മാക്സിമം ടോർക്ക് വന്നിട്ട് 10.39 Nm 6500 RPM നല്ല കത്തിക്കലെത്തിക്കാൻ പറ്റും. 4 സ്പീഡാണ്. പിന്നെ 4 സ്പീഡ് അത് കൺവേർട്ട് ചെയ്ത് 5 സ്പീഡ് ആക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇതൊക്കെ വികാരത്തിൻ്റെ പുറകെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ആരും അയ്യോ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോകുമല്ലോ എന്നൊന്നും ആലോചിക്കില്ല. യമഹ കാശുണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ കാശിന് മുകളിൽ അതിലെന്തൊക്കെയുണ്ട്, അത് ഓടിച്ച് കൊണ്ട് നടക്കണവരൊക്കെ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അത് വേറൊരു സത്യം. എന്നൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഉച്ചയായിരിക്കും, എന്താ ഇത്രയും പഴക്കമുള്ള വണ്ടികൾ കൊണ്ട് നടക്കണോ, എന്തിനാണ് എനിക്ക് കാശുണ്ടെങ്കിൽ വേറെ എടുത്തുകൂടെ. ഞാൻ തന്നെ ഇപ്പോൾ 93 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ RX എടുത്തിട്ടുള്ളത്. 91 മോഡൽ വണ്ടി. അപ്പോൾ അവർക്ക് അത് ഞാൻ എടുക്കുന്ന സമയത്ത് SDBയിലാണ് ബാക്കിൽ അതൊക്കെ കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അത് മാറ്റിയിട്ടില്ല. ഓക്കെ, കത്തിക്കൽ കഴിഞ്ഞു, അതിൽ ലൈനൊക്കെ പോയി, സൈഡുള്ള ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ടയർ പോയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ടയറാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. അതുപോലെ അങ്ങനെ കുഞ്ഞു വർക്ക് ശരിക്കും 93 രൂപയ്ക്ക് പക്ക വണ്ടി കിട്ടും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുറേ വർഷം അതിന് വേണ്ടി ഓടി. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളൊന്നും സ്വാഭാവികമായിട്ട് നോക്കില്ല. നമുക്ക് എന്തെങ്കിലും കാണിച്ച് കിട്ടിയാൽ അത്രയും വന്നു, അത്രയും പോയി നമ്മൾ എടുക്കുക എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അതങ്ങനെ ചിന്തിച്ചു, പോയി എടുത്തു. ഞാൻ എടുക്കുന്ന എനിക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പോയി നോക്കി, കിട്ടി. ഓക്കെ, കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ കളഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹമാണ്. അതിപ്പോൾ ആ വണ്ടി എങ്ങനെ കിട്ടിയാലും ഇപ്പോഴും ഉണ്ട്. സ്ക്രാപ്പ് കണ്ടീഷനിൽ എടുത്തിട്ട് അതിന് പണിതിട്ട് കറക്റ്റാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ UP നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് സ്ക്രാപ്പ് ഇറക്കിയിട്ട് പണിത് നല്ല രീതിക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് ആ വണ്ടിക്ക് അതിൻ്റെ ഒരു തട്ടുണ്ട്. അതിപ്പോൾ എത്ര വണ്ടികൾ, എത്ര പുതിയ വണ്ടികളാണെങ്കിലും, എത്ര CC കൂടിയ വണ്ടികളാണെങ്കിലും എടുക്കേണ്ട, അതിൻ്റെ കൂടെ ഒന്നും മുട്ടാൻ പറ്റില്ല. അത് പവറിൽ അടിച്ചിട്ട് പോവുമായിരിക്കും, പക്ഷെ ആ വണ്ടിക്ക് ഇന്നൊരു തട്ടുണ്ട്.
RXന് വേണ്ടിയിട്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അത് ഇപ്പം എത്ര പവറുള്ളതാണെങ്കിൽ എത്ര വലിയ വണ്ടി വന്നാലും ആ വണ്ടീനെ അടിക്കാൻ പറ്റില്ല. അതാണ് RXൻ്റെ പവർ. കുറേ ക്രേസുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊന്നും ഉപദേശം കേട്ട് നന്നാവില്ല ആരും. ഉപദേശിക്കുന്നതിന് പോകാൻ പറയും, അത്രയേ ഉള്ളൂ.